അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ, വീഴ്ചകൾ അല്ലാഹു മാഫ് ചെയ്തു തരുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളും ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. കടബാധ്യത മനുഷ്യനെ വല്ലാതെ ഇടങ്ങേറാക്കുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു സൂറത്ത് കൊണ്ട് ഏത് കടങ്ങളുണ്ടെങ്കിലും വീട്ടാനുള്ള പരിഹാര മാർഗമായിട്ട് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതാണ് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് ചെറിയൊരു സൂറത്ത് കൊണ്ട് നമ്മുടെ കടങ്ങൾക്കുള്ള പരിഹാരം കിട്ടുന്നത്? മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹത്തായ ഒരു സൂറത്ത്, ഒരുപാട് ശ്രേഷ്ഠതകൾ അടങ്ങിയ ഒരു സൂറത്ത്. ഞാൻ വിശദമായി നീട്ടി പറയുന്നില്ല, മറിച്ച് ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر صدق الله العظيم. നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ പറയുന്ന പരിശുദ്ധ റമദാനിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയും പഠിക്കുകയും ആവർത്തിച്ച് കേൾക്കുകയും ഓതുകയും ഒക്കെ ചെയ്യുന്ന വളരെ ചെറിയൊരു സൂറത്താണ്. കേവലം 5 ആയത്തുകൾ മാത്രമുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് സൂറത്തുൽ ഖദ്ർ. സൂറത്തുൽ ഖദ്ർ അള്ളാഹുവിന്റെ ഖദർ ഖലാഉ കൊണ്ടാണ് സർവ്വതും നടക്കുന്നത്. ലോകത്ത് സർവ്വ കാര്യങ്ങളും നടക്കുന്നത് രക്ഷിതാവായ അള്ളാഹുവിന്റെ ഖദർ ഖലാഉ കൊണ്ട് മാത്രമാണ്. അള്ളാഹു വിധിച്ചതല്ലാത്ത ഒന്നും നടക്കണില്ല. എനിക്ക് കടം വന്നു, അത് ആര് കണക്കാക്കിയതാണ്? അള്ളാഹു കണക്കാക്കിയതാണ്. ഇത് വീട്ടാനുള്ള മാർഗം കിട്ടണമെങ്കിലോ അതും റബ്ബ് കണക്കാക്കണം. അപ്പൊ നമ്മുടെ കൽവിലുള്ള ആദ്യത്തെ വിശ്വാസം എന്താകണം? അള്ളാഹുവെ, നീയാണ് എനിക്ക് കടം നൽകിയവൻ, ഇത് നീ വീട്ടാനുള്ള മാർഗവും നീ തന്നെ എനിക്ക് തരണേ അല്ലാഹ്. ഈ നല്ല നിയ്യത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് എപ്രകാരമാണ് സൂറത്തുൽ ഖദ്ർ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, അതുപോലെ നമ്മുടെ കടങ്ങൾ വീടാൻ എപ്രകാരമാണ് പാരായണം ചെയ്യേണ്ടത്, എത്രയാണ് പാരായണം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. മഹാന്മാർ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഖദ്ർ റിസ്ഖിനിക്കുള്ളതാണ്. റിസ്ക് എന്ന് വെച്ചാൽ നമുക്ക് അല്ലാഹു നൽകുന്ന സർവ്വ സംഗതികളും നമുക്ക് നൽകുന്ന റിസ്കുകളാണ്. നമ്മുടെ വായു, നമ്മുടെ വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ ജീവൻ, നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ സമ്പാദ്യം തുടങ്ങി എന്തൊക്കെ ഉണ്ടോ, നമുക്ക് നൽകപ്പെട്ടത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമുക്ക് അല്ലാഹു നൽകിയ റിസ്കുകളാണ്. അപ്പൊ ഈ റിസ്കിൽ വർധനവുണ്ടാകാൻ, റിസ്കിൽ വിശാലത ഉണ്ടാകാൻ, റിസ്കിൽ ബറക്കത്ത് ഉണ്ടാകാൻ സൂറത്തുൽ ഖദ്ർ കൊണ്ട് സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ ഈ ചെറിയ സൂറത്ത് കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വഖളാഇൽ ഹാജ, ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടും ഉള്ളതാണ് സൂറത്തുൽ ഖദ്ർ. സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുന്നവർക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും. പക്ഷേ അതിനൊരു നിശ്ചിത എണ്ണം ഉണ്ട്, നിശ്ചിത സമയത്ത് വേണം ഓതേണ്ടത്. എങ്ങനെങ്കിലുമൊക്കെ ഓതി തീർക്കാനല്ല മഹാന്മാർ ഒരു കാര്യം പഠിപ്പിച്ചു തരുന്നത്. അവർ ചെയ്ത് അവരുടെ ജീവിതത്തിൽ അതിന് അസർ കിട്ടി, ഫലം കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാം. പരിശുദ്ധ ഖുർആനിലെ ഈ ചെറിയ സൂറത്ത് കുല്ല യൗമിൻ 10 മറാത്തിൻ, എല്ലാ ദിവസവും 10 തവണ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ 10 തവണ, കൂടുതലൊന്നും വേണ്ട. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന ഈ 5 ആയത്തുള്ള സൂറത്തുകൾ ഒരു 10 തവണ, കേവലം 50 ആയത്ത് ഓതുന്ന സമയം ഒന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, എപ്പോ? ബഅദ സ്വലാത്തി സുബഹി, സുബഹി നിസ്കാര ശേഷം, സുബഹിയുടെ നിസ്കാര ശേഷം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരങ്ങള്, സഹോദരിമാര് ചിന്തിക്കേണ്ടത്, നമ്മൾ സുബഹി നിസ്കരിച്ച് ആ വിരിപ്പിൽ ഇരുന്നു കൊണ്ട്, അല്ലെ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട്, പള്ളിയിലാണ് പുരുഷന്മാർ നിസ്കരിക്കുന്നതെങ്കിൽ ആ പള്ളിയിൽ നമ്മുടെ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് 10 തവണ നമ്മുടെ ദിക്റുകളൊക്കെ ചൊല്ലിയതിനു ശേഷം ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും, ഏത് ആവശ്യമാണെങ്കിലും ശരി, അവന്റെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അവന്റെ ഖദർ ഖലാഉ കൊണ്ട്, അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അവൻ വീട്ടി കൊടുക്കുന്നതാണ് എന്ന്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ ഖൽബിലുള്ള ഏത് മുറാദും റബ്ബിനോട് ചോദിക്കാം, അള്ളാഹുവിനോട് ചോദിക്കാം. ഹലാലായ സർവ്വ ഉദ്ദേശങ്ങളും അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരും.
അള്ളാഹുവിനോട് ഇപ്പം ഹറാമായ വിഷയങ്ങളെ പറ്റി ഇപ്പൊ നമ്മൾ ചോദിക്കൂ? ഇല്ലല്ലോ. ഹലാലായ അനുവദിക്കപ്പെട്ട നമുക്ക് ആവശ്യമുള്ള സംഗതികളാണ് റബ്ബിനോട് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഏത് സംഗതികളും റബ്ബ് അവന്റെ ഖുദ്റത്ത് കൊണ്ട് നടപ്പാക്കി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഉലമാക്കളിൽപ്പെട്ട ചില ആളുകൾ പറയുന്നുണ്ട്, മൻ ഖറഅ ഹാദിഹി സൂറ, ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് പാരായണം ചെയ്തു 360 മറ, 360 തവണ ഏതെങ്കിലും ഒരു സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞത് സുബഹി നിസ്കാര ശേഷം 10 തവണ അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ചൊല്ലുക, എന്നാൽ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരും. ഇനി അവന്റെ ജീവിതത്തിൽ വലിയൊരു മുറാദ് അവന് നേടാനുണ്ട്, വലിയൊരു ആവശ്യം, വലിയൊരു ആഗ്രഹം അവന് പൂർത്തീകരിക്കാനുണ്ട്. ഏത് ആഗ്രഹമായിക്കൊള്ളട്ടെ, ഞാൻ ആഗ്രഹങ്ങൾ എണ്ണി പറയുന്നില്ല, കാരണം എനിക്കുള്ള ആഗ്രഹങ്ങളായിരിക്കില്ല, ആവശ്യങ്ങളായിരിക്കില്ല ഒരുപക്ഷെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തർക്ക് ഉണ്ടാകാം. പല വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ വ്യത്യസ്തങ്ങളായ ഏത് ആഗ്രഹങ്ങളാണെങ്കിലും റബ്ബിന്റെ മുമ്പിൽ ചോദിക്കാൻ പറ്റിയ ഒരു മാർഗം പറയുകയാണ് 360 തവണ. പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും നമുക്ക്. എപ്പോ ഒറ്റ ഇരിപ്പിന് ഓതി തീർക്കണം എന്നില്ല, ഒരൊറ്റ ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് 360 ഓതി തീർക്കണം എന്നില്ല. ചെറിയ സൂറത്തായതുകൊണ്ട്, നമുക്ക് കാണാതറിയുന്ന സൂറത്തായതുകൊണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും നമുക്ക് ഓതാം. ഒരെണ്ണം വെച്ചാൽ മതി. അങ്ങനെ 360 തവണ ഒരാൾ ഇത് ഓതിക്കഴിഞ്ഞാൽ ലിക്കുല്ലി ഹാജത്തിൻ, ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഓതിയത് അവൻ അത് ഓതിക്കഴിഞ്ഞാൽ അവന്റെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുന്നതാണ് എന്ന് ഉലമാക്കളിൽപ്പെട്ട ബഅദു അഹ്ലി ദുആഇന്റെ പണ്ഡിതന്മാരിൽപ്പെട്ട പല ആളുകളും ഉദ്ധരിച്ചതായി, റിപ്പോർട്ട് ചെയ്തതായി കാണാം. അവർ പഠിപ്പിച്ചു തരാണ്. ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. കേവലം 360 തവണ ഈ ചെറിയ സൂറത്ത്, 5 ആയത്തുള്ള ഈ ഒരു ചെറിയ സൂറത്ത് 360 തവണ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പറ്റുന്നത് പോലെ ചൊല്ലി തീർത്താൻ. ഒരൊറ്റ ദിവസം കൊണ്ട് ചെല്ലണം എന്നും മഹാന്മാർ പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആവശ്യം മുൻനിർത്തിയിട്ട് 360 തവണ. ഇപ്പൊ ഒരു ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റിയില്ല, 2 ദിവസം കൊണ്ട് ഓതാം. ഇനി അതും പറ്റിയില്ല, 3 ദിവസം കൊണ്ട് ഓതാം. പെട്ടെന്ന് നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ എത്രയും പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഓതി തീർക്കാം. എന്നാൽ അവന്റെ ആ ഒരു ആവശ്യം അത് പൂർത്തീകരിച്ചിരിക്കുന്നു, അത് പൂർത്തിയായി കിട്ടിയിരിക്കുന്നു എന്ന് മഹാന്മാർ പറയാം. അതായത് അത്രയും ഉറപ്പാണ് അത് പൂർത്തീകരിച്ച് കിട്ടുമെന്നുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയോ ഇനിയുണ്ട്. നമ്മളെപ്പോഴും പേടിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടുകളും കുടിസുകളും ഉണ്ടാകുമോ എന്ന്. ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും ഒരു വിഷമം എന്റെ കുടുംബത്തിലേക്ക് വരുമോ, എന്റെ ജീവിതത്തിലേക്ക് വരുമോ, എന്നെ ഇടങ്ങേറാക്കുമോ, ദാരിദ്ര്യം വരുമോ. എന്നാൽ 360 തവണ ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് അവന്റെ ജീവിതത്തിൽ അവൻ ഓതിക്കഴിഞ്ഞാൽ 360 തവണ ഈ നിയ്യത്ത് വെച്ചുകൊണ്ട്, റബ്ബേ എന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ, എന്റെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരാതിരിക്കാൻ എന്ന നിയ്യത്തോടു കൂടിയിട്ട് ഓതിക്കഴിഞ്ഞാൽ അവന് റുഫിഅൽ ഫഖ്റു മിൻഹു, അവനിൽ നിന്നും ദാരിദ്ര്യത്തെ ഉയർത്തപ്പെടുന്നതാണ്, ദാരിദ്ര്യത്തെ ഉയർത്തപ്പെടും. വൽ ഫാഖത്തു, ഇടങ്ങേറുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തപ്പെടും. അവൻ പിന്നെ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടൂല, അവന്റെ ജീവിതത്തിലേക്ക് ഇടങ്ങേറുകൾ കടന്നു വരൂല, ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടൂല. നമുക്കൊക്കെ ബേജാറതല്ലേ, നമ്മുടെ ജീവിതം കുടുസായി പോകുമെന്ന്. ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ, ഇടങ്ങേറില്ലാതെ അവന് ജീവിക്കാൻ പറ്റും. അത് മാത്രമല്ല, അവനിൽ നിന്നും പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്യും. ഉസ്റുകൾ, പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നീക്കം ചെയ്യും. വിപത്തുകൾ നീങ്ങാൻ, ദാരിദ്ര്യങ്ങൾ ഇല്ലാതെയാകാൻ, പ്രയാസങ്ങൾ, ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ, അതുപോലെ തന്നെ അവന്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കിട്ടാൻ 360 തവണ ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു സമയത്ത് പറ്റുന്ന എണ്ണം അനുസരിച്ച് 360 തവണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവന് സാധിച്ചു കിട്ടുമെന്ന്, അവൾക്ക് സാധിച്ചു കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എത്രയോ ആവശ്യങ്ങളുള്ളവരാണ്, പല ആവശ്യങ്ങളും പറഞ്ഞ് പലരും ദ്വാരക്കാൻ ഏൽപ്പിക്കാറുണ്ട്. നിങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി കടബാധ്യത, നമ്മളൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് കടബാധ്യത. കടം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടും, കടം നമ്മളെ വല്ലാതെ പിടിച്ചുകുലുക്കും. കാരണം വല്ലാതെ ആളുകളുടെ മുമ്പിൽ തല കുനിക്കേണ്ട അവസ്ഥ വരും, ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മുമ്പ് സുഹൃത്തുക്കളായിരുന്നവർ കടം നൽകിയതിന്റെ പേരിൽ ശത്രുക്കളായി മാറിയ, മുമ്പ് പരിചയക്കാരായിരുന്നവർ, മുമ്പ് ബന്ധുമിത്രാദികളായിരുന്നവർ കടം തന്നിട്ട് ശത്രുക്കളായ അവസ്ഥ എത്രയോ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? കടം നൽകി തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ പരസ്പരം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ചിലപ്പോ വീട് വെച്ച ലോൺ എടുത്ത കടമാകാം, അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ കടങ്ങളാകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുകൾക്ക് വേണ്ടി നമ്മൾ വാങ്ങിയ കടങ്ങളാകാം. ഇങ്ങനെ തുടങ്ങി പല മേഖലയിലൂടെയുള്ള കടങ്ങൾ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്താറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സകല കടങ്ങളിൽ നിന്നും മോചനം നൽകുമാറാകട്ടെ. പലപ്പോഴും
എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു നിൽക്കാറുണ്ട് ഇല്ലേ? ഇതൊക്കെ എങ്ങനെ വീട്ടിൽ തീർക്കും? എന്റെ ആയുസ് മുഴുവൻ ഞാൻ കിടന്ന് അധ്വാനിച്ചാൽ, ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടാൽ എനിക്കിത് വീട്ടിൽ തീർക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ പ്രയാസം കൊണ്ട്, വിഷമം കൊണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരില്ലേ? അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഈ കടബാധ്യത വളരെ വിഷമമുള്ള വിഷയമാണ്. അത് മാത്രമല്ല, ദുനിയാവിൽ മാത്രമല്ല, ഇനി ആഖിറത്തിലേക്ക് ചെല്ലുമ്പോഴോ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുക, കടം ഒരു മനുഷ്യന് എല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും, എല്ലാം പൊരുത്തപ്പെട്ടു. പക്ഷെ കടബാധ്യത ഉണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കൂല. അതെന്ത് ചെയ്യണം? ഈ കടം നൽകിയ ആള് തന്നെ പൊരുത്തപ്പെട്ടു തരണം, അല്ലെങ്കിൽ ആ കടം വീട്ടണം. ഷഹീദിന് പോലും കടം പുറത്തു കൊടുക്കുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല. കടം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അപ്പൊ എനിക്കുണ്ട്, അങ്ങനല്ല. മറിച്ച് ഈ കടം എങ്ങനെ വീട്ടാൻ പറ്റും, കടം എങ്ങനെ ഞാൻ വീട്ടണം, അതിനുള്ള മാർഗം എന്താണ്? മഹാന്മാരായ ശുഹദാക്കൾക്ക് പോലും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കൂലെങ്കിൽ എന്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ കഴിയണം നമുക്ക്. അപ്പോ ഷഹീദിന് പോലും പുറത്തു കൊടുക്കാത്ത വലിയ ബാധ്യത അത് വീട്ടാൻ നമ്മൾ മാർഗം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഈ വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാർഗം മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. 360 തവണ ഈ ഒരു സൂറത്ത് അവൻ പാരായണം ചെയ്താൽ എന്താ നിയ്യത്ത് വെക്കേണ്ടത്? എന്റെ കടം വീടണം, എന്റെ കടം വീടി കിട്ടണം. ഞാൻ ഈ പറയുന്ന കണക്ക് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. അത് ആ കണക്ക് തന്നെ ചൊല്ലാൻ പറയുന്നത്, ഓതാൻ പറയുന്നത് മഹാന്മാർ ആ എണ്ണം നമുക്ക് പഠിപ്പിച്ചെന്ന് എന്തെങ്കിലും ഒരു അസർ ഉണ്ടായിട്ടാകുമല്ലോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സിറുണ്ടായിട്ടാകും, രഹസ്യം ഉണ്ടായിട്ടാകും, നമുക്കതറിയില്ല. പക്ഷേ അവർക്ക് അതറിയാം. അതുകൊണ്ട് തന്നെ അവർ പഠിപ്പിച്ച ആ എണ്ണം കൃത്യമായി ചൊല്ലാൻ ശ്രമിക്കുക. അവന്റെ അദാ ഉദ്ദൈൻ, കടം വീടാൻ അവരത് ഉപകരിക്കും. അപ്പോ കടം വീടാനുള്ള മാർഗമായിട്ട് മഹാന്മാർ പഠിപ്പിച്ചെന്നാണ് ഈ ചെറിയ സൂറത്ത്. എത്ര തവണ ഓതണം? 360 തവണ. ഈ കടം തീരണം എന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഓതിക്കോളി. വഹിയ മിനൽ മുജറബാത്ത്, അത് ഉറപ്പായി നടക്കുമെന്ന്, നമുക്ക് ഇടങ്ങേറില്ലാതെ പ്രയാസമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ മഹാന്മാർ പഠിപ്പിച്ചെന്ന ഏറ്റവും എളുപ്പമാർഗമാണ് എന്ന് മഹത്തുക്കൾ പറയുകയാണ്. ഏറ്റവും എളുപ്പമാർഗമാണ്. ഇത് മാത്രമല്ല, ഇതിനൊക്കെ തെളിവായിട്ട് എന്താണ് ഇതിന്റെ തെളിവ്? പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് ഇതിനൊക്കെയുള്ള തെളിവ് എന്ന്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. മൻ ദാവമ അലാ ഹാദിഹി സൂറ, ഐ സൂറത്തുൽ ഖദർ, ആരെങ്കിലും ഈ ഒരു സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ, പതിവാക്കി കഴിഞ്ഞാൽ, ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ, വസലഹു റിസ്ഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ, അതായത് ചില സംഗതികളുണ്ട് ഞാൻ വിചാരിച്ചു പോലും ഇല്ല അങ്ങനെ നടക്കുമെന്ന്, അങ്ങനെ കരുതുന്ന ചില സംഗതികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും വിഷയം നമ്മൾ പിന്നീട് ചിന്തിക്കും, അല്ലാ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോലും ഇല്ലല്ലോ ഇത് നടക്കുമെന്ന്. അപ്പൊ അങ്ങനെ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിസ്കുകളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. ഈ മനുഷ്യനിലേക്ക് റിസ്കുകളുടെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇത് എത്ര എണ്ണം ചെല്ലണം? അതിൽ ഉലമാക്കൾ ഉലമാക്കൾ പറയുകയാണ്, അന്ന അദദ ഖത്മഹ 304, 304 തവണ ഓതണമെന്ന് ഉലമാക്കൾ അധികം ആളുകളും ഇതിൽ എണ്ണം പറഞ്ഞതായി കാണാമല്ലോ. എത്ര? പരിശുദ്ധ ഖുർആനിലെ ഈ ചെറിയ സൂറത്ത് 304 തവണ ഒരു മനുഷ്യൻ ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ അവന്റെ ആവശ്യങ്ങൾ അവൻ അറിയാത്ത ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇപ്പൊ നമ്മുടെ കടം വീടാൻ, ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ വരാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, കുടുസുകൾ നീങ്ങിക്കിട്ടാൻ, നമ്മൾ ഖൽബിൽ ആഗ്രഹിച്ച സംഗതികൾ നമ്മൾ പോലും അറിയാത്ത മാർഗത്തിലൂടെ നമുക്കെല്ലാം പൂർത്തീകരിച്ചു കിട്ടാൻ പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു ചെറിയ സൂറത്ത്, ഈ ചെറിയ 5 ആയത്തുള്ള സൂറത്ത് നിങ്ങളൊന്ന് പാരായണം ചെയ്താൽ മതി എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്ന, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ സൂറത്താണ് നിങ്ങളിലേക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത്, നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടി നൽകുമാറാകട്ടെ. പൂർണ്ണമായി അല്ലാഹു അതിൽ നിന്ന് മോചനം നൽകട്ടെ. നമ്മളൊക്കെ പലതവണ ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കടം വാങ്ങിയവരാണ്. റബ്ബേ, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി തരണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് പരിഹരിച്ചു നൽകിയില്ല എങ്കിൽ ഞങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കാൻ, കടങ്ങൾ വീട്ടാൻ, ഞങ്ങളുടെ പ്രയാസങ്ങൾ തട്ടിമാറ്റാൻ ഒരാൾക്കും കഴിയില്ല. റഹ്മാനെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, നീ ഞങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. ആത്മാർത്ഥമായി ദ്വാരക്കാണ്. ദുആ വസിയ്യത്ത് ചെയ്യുന്ന കമന്റുകളായൊക്കെ രേഖപ്പെടുത്തുന്ന ആളുകളൊക്കെ കാണാറുണ്ട്, അവരുടെ കമന്റുകളൊക്കെ വായിക്കാറുണ്ട്. പല കമന്റുകളും വായിച്ച് സങ്കടം തോന്നാറുണ്ട്. റബ്ബേ, നീ ആ സാധുക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും, പറയുന്ന എത്ര വലിയ പാപിയാണെങ്കിലും ആ സാധുക്കൾ നിന്റെ ഇൽമിന്റെ
അഹ്ലുകാരനാണെന്ന് പരിഗണിച്ച് ദുആ വസിയത്ത് ചെയ്യുന്നതാണ്. അല്ലാഹ് ഞാൻ മോശക്കാരനായതിന്റെ പേരിൽ അവരെ നീ പാഴാക്കല്ല റഹ്മാനെ. അവരുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സകല വിഷമങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാഹ്, മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ അവരുടെ ഖൽബിൽ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹമുള്ളവരാക്കണേ അല്ലാഹ്. പരസ്പര സ്നേഹവും സാഹോദര്യവും നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. റബ്ബേ കുടുംബത്തിൽ ഐശ്വര്യം ചെയ്യണേ അല്ലാഹ്, ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. റബ്ബേ ജീവിതം ഖൈറും ബറക്കത്തുമുള്ളതാക്കി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. സർവ്വ ശത്രുക്കളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ റബ്ബേ. ഇബ്ലീസിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പരിശുദ്ധ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി സന്തോഷം നൽകണേ അല്ലാഹ്. നിങ്ങളൊക്കെ ദുആയിരക്കണമെന്ന ദുആ വസിയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദുആ ദിക്റൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.